ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വൈറ്റ് കളറിലെ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നിറയെ ആ മരത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ടെങ്ങാനും അമ്മ ഒരു കൊമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പൊതിമടലിലാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. ഇപ്പം നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു ലീഫ് കാണാത്ത രീതിയിൽ വൈറ്റ് കളറിൽ പൂക്കൾ ഇങ്ങനെ നിൽക്കോട്ടോ. നല്ലൊരു മണവുമാണ് കേട്ടോ ഇതിന്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കട്ടിങ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണേന്നാണ് കേട്ടോ അമ്മേനോട് പറഞ്ഞത്. അത് ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് നടന്ന ചെടികളൊന്നും ചിലപ്പോൾ പിടിച്ച് കിട്ടണമെന്നില്ല. എന്നാലോ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാതെ വിടുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വളർന്നു വന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ കുറച്ചധികം കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ എപ്പോൾ വരുമ്പോഴും ഞാൻ ഇതുപോലെയൊക്കെ ചെടികളൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ചിലതൊക്കെ പിടിച്ച് കിട്ടും, ചിലതൊക്കെ പിടിച്ച് കിട്ടൂല. പിടിച്ച് കിട്ടാത്ത ചെടികൾ പിന്നെ വരുമ്പോൾ കൊണ്ടുപോകും. അതങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങാടും അമ്മ ചെടികൾ കൊണ്ടുവന്ന് നടാറുണ്ട്, ഞാൻ അങ്ങാടും കൊണ്ടുപോകാറുണ്ട്. ഒരു പാട്ടർ സമ്പ്രദായം ഉണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ടേ. പിന്നെ ഇതും അമ്മയുടെ കയ്യിലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ തന്നെ പ്ലാന്റാണ്, വൈൽഡ് കളറിലെ ഫ്ലവർ ഉള്ളത്. ഇത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെത്തി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു റോസ് കളറിലെ ചെത്തി, നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കൂട്ടത്തോടെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി കുറേ കൊണ്ടുവന്ന് നട്ടാണ് കേട്ടോ, പക്ഷേ എനിക്കിത് പിടിച്ച് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും പറിച്ചെടുത്തിട്ടുണ്ടേ. കേട്ടോ, ഇതുപോലൊരു കമ്പെടുത്തിട്ടുണ്ട്. പിന്നെ പേരറിയാത്ത ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബാൽസ്യത്തിൻ്റെ ഒരു ലീഫ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, ഫ്ലവർ പക്ഷേ വേറൊരു ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു വൈറ്റ് കളറിലെ റോസ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ ഫ്ലവർ കാണാനായിട്ട് വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല. കണ്ടോ, ഈ ചട്ടിയിലേ നിറയെ അടുക്കള വേസ്റ്റ് കിട്ടിയൊക്കെ ഉണ്ട് അമ്മ. അപ്പോൾ അതിൽ തന്നെ നിന്നിരുന്നാണ്ട് ഈ ഒരു സീനിയ ഫ്ലവർ, ഇതിൻ്റെ വേറൊരു പ്ലാന്റ് അമ്മയുടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഭാഗിയിട്ട് മുളച്ച് ഇതിനകത്ത് വന്നതാണ്. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നില്ലേ എൻ്റെ കയ്യിൽ കുറച്ചധികം കറ്റാർവാഴയുടെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബേബി പ്ലാന്റ്സ് വരാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ പായൽ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോണതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ പെയിൻറ്റ് പണി കഴിഞ്ഞ കാരണം തന്നെ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടേക്കണം. അതുകൊണ്ട് തന്നെ പായലൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് പായൽ കുറച്ച് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ 10 മണി ചെടികൾ അതിൽ വളർന്നു നിൽക്കുന്നത്, ഒരു മഞ്ഞ കളറിലെ 10 മണിയാണ് കേട്ടോ ഇത്. അമ്മ മുകളിൽ ചെടിച്ചട്ടി വെച്ചിരുന്നുണ്ട് കുറച്ച് നാൾ മുമ്പേ. അപ്പോൾ അങ്ങനെ വളർന്നു വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അതും പായലെടുക്കണതിൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയിട്ടേ ഹാങ് ചെയ്ത് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാങ്ങിങ് പോട്ട് മേടിച്ചിട്ട് 10 മണികൾ ഹാങ് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ചധികം 10 മണികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ നിലത്താണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് ഇടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കണ്ണിൽ പെട്ട ഒരു ചെടിയാണ് കേട്ടോ, ഈ ഒരു പന്നൽ ചെടി, ഫേൺസ്. അപ്പോൾ ഇത് താനേ മുളച്ച് വന്നേക്കണേ കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. ഈ ഒരു ചെടിക്കൊക്കെ ആമസോണിൽ 700 രൂപയാണ് വില ഉള്ളത്. നമ്മളിത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വില കണ്ട് നമ്മൾ നെട്ടും. ഇത് തണുപ്പ് വരുമ്പോഴാണ് കൂടുതൽ ഇത് ഉണ്ടാവണേ കേട്ടോ. ഈ ഒരു മഴയുടെ ടൈമിൽ ഉണ്ടായി മുളച്ച് വന്നേക്കണേന്ന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, പോകാൻ നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വേഗം വാടി പോകുകയെ. പിന്നെ ഞാൻ കളക്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കുഫിയ പ്ലാന്റ്. അപ്പോൾ ഇത് കണ്ടോ, 2 ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് കേട്ടോ ആ ഒരു പ്ലാന്റിന് ചുറ്റും. ഞാൻ അരികത്ത് വന്ന് വീഡിയോ എടുത്തിട്ട് പോലും അതുങ്ങൾ പോകുന്നില്ല കേട്ടോ, അങ്ങനെ പറന്ന് നടക്കണേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.